ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങളിലെ ഒരു ഡോജി അതുപോലെ തന്നെ ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു തുടർച്ചയായുള്ള ഒരു ഫോർമേഷന് ശേഷം വീണ്ടും മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് സിഗ്നൽ ഇന്ന് പ്ലോട്ടായിട്ടുണ്ട്. ഏകദേശം 114-115 പോയിൻറ്റ്സിൻ്റെ റാലി ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്തത്. 13,682.7 ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 403 പോയിൻറ്റ്സിലധികം ഒരു ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങും ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഹിൻഡാൽകോ, എയർടെൽ, HDFC, ഡിവിസ് ലാബ്, ONGC ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് പിക്ചർ നോക്കുമ്പോൾ റിയാലിറ്റി, തുടർന്ന് മെറ്റൽ, ഓട്ടോ ഈ സെക്ടറുകളായിരുന്നു പോസിറ്റീവിൽ നിന്നത്, ഏറ്റവും കൂടുതൽ അപ്പിൽ നിന്നത്. അതുപോലെ തന്നെ PSU ബാങ്ക് മാത്രമായിരുന്നു ഇന്ന് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനു മുമ്പുള്ള ആ ഒരു ഇൻഡിസിസീവ് പാറ്റേൺസിൻ്റെ ഒക്കെ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്കൗട്ടുകളാണ് ഇന്ന് നിഫ്റ്റിയിലുണ്ടായിരിക്കുന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റിൽ പ്ലോട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പക്ഷേ ഇനിയൊരു അപ്സൈഡ്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അപ്സൈഡും കൂടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഒരു 100-130 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയും കൂടെ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. RSI ഇൻഡിക്കേറ്റർ ഡീപ്പായിട്ടുള്ള ഓവർബോട്ട് റീജിയനിൽ തന്നെയാണ് തുടരുന്നത് ഈ ഒരു സമയത്തും. ഇനി അടുത്തായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു 30,600 എന്നുള്ള ആ റേഞ്ചിനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇതുവരെ കാണാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ, അതേപോലെ തന്നെ ഇന്നൊരു ബിയറിഷ് ക്യാൻഡിൽ, അങ്ങനത്തെ ഒരു ഫോർമേഷനാണ് കാണുന്നത്. എന്നിരുന്നാലും ആ ഒരു റേഞ്ച് 30,600 മുകളിൽ മാർക്കറ്റ് തുടരുന്നു, ആ ഒരു കൺസോളിഡേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കാണാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഡയറക്ഷൻ ഇനിയും ക്ലിയർ അല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടുന്നത് വരെ നമ്മൾക്കൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുമ്പോഴും അവിടെയും ഒരു പോസിറ്റീവ് മൂവാണ് കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം SGX നിഫ്റ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഒരു ഗ്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. SGX നിഫ്റ്റി 13 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസിലും ഒരു വർധനവ് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യവും ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. 73.57 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തു നിന്ന് ഇന്നും ഒരു പർച്ചേസാണ് 1981 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 1718 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഒരു സപ്പോർട്ടീവായിട്ട് കാണുന്നു. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്ക് അതേ തുടർന്നുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കും മാർക്കറ്റിന് ഉണ്ടാവാൻ സാധ്യതകളേറെ. ഇനി അടുത്തായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം 3 മടങ്ങിലധികം വോളിയം കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാവൽസ് ഇന്ത്യ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നല്ല വോളിയത്തിൽ തുടരുന്നു. അതുമാത്രമല്ല കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല ബുള്ളിഷ് സിഗ്നലാണ് പ്ലോട്ടായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 സ്റ്റോക്കുകളും ലാർജ് ക്യാപ്പിൽ നമ്മൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അനാലിസിസിനായിട്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാലിസിസ് നടത്തുക. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു ബുള്ളിഷ് സിഗ്നൽ ആണ് പ്ലോട്ടായിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷന് ശേഷം 4 ദിവസങ്ങളായിട്ട് ഒരു ബുള്ളിഷ് സിഗ്നൽ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്യുക ഈ ഒരു സ്റ്റോക്കിനെ. ഇനി അതുപോലെ തന്നെ NTPCനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമ്മളിതിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു റിവേഴ്സിനുള്ള സ്റ്റൂചനകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്, കൺഫർമേഷൻ ഇല്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. UPLനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് അപ് ട്രെൻഡുകൾ തുടരുന്നു. ഇന്നും ഒരു ബുള്ളിഷ് സിഗ്നലാണ് പ്ലോട്ടായിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ഹറാമി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ വരുന്നുണ്ട്. നമ്മൾക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 494 റേഞ്ച് വരെയുള്ള റാലി ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്കിൽ തുടരാനുള്ള സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഹാവൽസിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. ഹാവൽസിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷന് ശേഷം 2 ദിവസങ്ങളിലായിട്ട് നല്ല ബുള്ളിഷ് സിഗ്നൽ സ്റ്റോക്കിൽ പ്ലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളിലായിട്ടുള്ള ഒരു അപ് ട്രെൻഡിന് ശേഷം ഇന്നും ഒരു അപ് ട്രെൻഡ് ആയിരുന്നു കണ്ടിരുന്നത്. എന്നാലും ഫോം ചെയ്തൊരു പാറ്റേൺ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാർ പോലെയാണ് കാണുന്നത്. അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോർമേഷൻ വരുന്നുണ്ട്. അതായത് ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സിനുള്ള സൂചനകൾ LIC ഹൗസിംഗ് ഫിനാൻസിൽ കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ ഒരു പാറ്റേണിൻ്റെ ലോയിന് ഏകദേശം 373 താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഒരു കൺഫർമേഷനായിട്ട് എടുക്കാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ ഈ ഒരു സമയത്തും തുടരാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഒരു ബുള്ളിഷ് സിഗ്നലായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്.
നമ്മൾക്ക് ഏകദേശം 189 വരെയുള്ള ഒരു റാലിക്കുള്ള സാധ്യതകൾ ടാറ്റ മോട്ടോഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 184 മുകളിൽ ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ട്രൈ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളത് ഈ ഒരു ഇൻഡിസിറ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ റിവേഴ്സലിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വാബാഗിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ നമ്മൾക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും ബ്രേക്ക് ചെയ്ത് എൻഡ് ആയിട്ടില്ല ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് 225 വരെയുള്ള റാലി, 225 രൂപ 50 പൈസ വരെയുള്ള റാലിക്കുള്ള സാധ്യതകളും വാബാഗിൽ നിലനിൽക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫ്യൂച്ചർ എൻ്റർപ്രൈസസിൻ്റെ Q2 റിസൾട്ട്സ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏകദേശം 283 കോടിയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാലും റവന്യൂവിലും ഒരു ഡിപ്പാണ് വന്നിരിക്കുന്നത്. ഈ വർഷം അവർ 238 കോടിയുടെ ഒരു റവന്യൂ ആണ് Q2 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തിടെ NIITയെ സംബന്ധിച്ചിടത്തോളം അവർ യൂണിലിവറുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു 3 വർഷത്തേക്ക്. ഇനി അതുപോലെ തന്നെ HG ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം അവർ അയർകോൺ ഇൻ്റർനാഷണലിൻ്റെ L1 ബിഡറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത വാർത്തകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു IPO ആയിരുന്നു കെംകോൺ സ്പെഷ്യാലിറ്റി IPO. അപ്പോൾ അതിനുശേഷം ലക്ഷ്മി ഓർഗാനിക്സ് അവരും ഏകദേശം 800 കോടിയുടെ IPO ആയിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള DRHP ഫയലൊക്കെ അവർ സെബിയായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 500 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ 300 കോടിയുടെ ഒരു ഓഫർ ഫോർ സെയിലുമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളത് ഈതേൽ അസറ്റേറ്റിൻ്റെ ലാർജസ്റ്റ് മാനുഫാക്ചററാണ് ഇവർ. അതുമാത്രമല്ല ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഓഫർ ചെയ്യുന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഹെട്രോ ലാബ്, ലോറസ് ലാബ്, ഗ്രാനുൾസ് ഇന്ത്യ, ഇങ്ങനെ കുറേ ടോപ്പ് കമ്പനികൾക്കും ഇവരുടെ പ്രൊഡക്റ്റുകളല്ല അല്ലെങ്കിൽ ഇവർ കൂടുതൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു DRHP ഫയലൊക്കെ നിങ്ങൾക്ക് സെബിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസ് നടത്താവുന്നതാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ RHP ഫയൽ വരുന്നതോടുകൂടി അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ എക്കണോമിക് ടൈംസിൽ വന്നൊരു ന്യൂസ് അപ്ഡേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നവംബർ ആയപ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് നിഫ്റ്റി 50യിലുള്ള 80% സ്റ്റോക്കുകൾ വിറ്റു, ബാക്കി 20% അവർ ഹോൾഡ് ചെയ്യുന്നതെന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ടോപ്പ് സെല്ലുകൾ നടന്ന സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവ്, ഇൻഡുസിൻ ബാങ്ക്, നെസ്ലെ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, ഈ ഒരു കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ ഇവർ സ്റ്റോക്കുകൾ വിറ്റഴിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, അദാനി പോർട്സ്, HCL, ഈ ഒരു കമ്പനികളിൽ ഇവർ ബയ്യിങ്ങും നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ ഇവർ ട്രിമ്മിങ് നടത്തുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ വാല്യുവേഷൻ കൂടി എന്നുള്ളൊരു കാരണം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഈ ഒരു ഡാറ്റ ഉപയോഗിക്കുക. ഇനി അടുത്തായിട്ട് മിസ്സിസ് ബെക്ടേഴ്സിൻ്റെ IPO സംബന്ധിച്ചിടത്തോളം Day 2 ആയിരുന്നു ഇന്ന്. അപ്പോൾ Day 2ലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 11.4 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഓവറോളായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 16.36 ടൈംസിൻ്റെ സബ്സ്ക്രിപ്ഷനും, എംപ്ലോയി കോട്ടയിൽ 30 മടങ്ങിലധികമുള്ള സബ്സ്ക്രിപ്ഷനും, അതുപോലെ തന്നെ HNI ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് അവരിൽ 8 മടങ്ങിലധികമുള്ള സബ്സ്ക്രിപ്ഷനും, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് 4 മടങ്ങിലധികമുള്ള സബ്സ്ക്രിപ്ഷനുമാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കാണാനായിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു റെസ്പോൺസാണ് ഈ ഒരു കമ്പനിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ വിൻഡോ ക്ലോസ് ആകാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പക്ഷേ നമ്മൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം അത്ര മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് ഈ ഒരു IPOയെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ PNBയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 7000 കോടിയുടെ QIP അതിനുള്ള ഫ്ലോർ പ്രൈസ് ആയിട്ട് 37 രൂപ 35 പൈസയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു റാലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സെയിൽസിൽ നല്ലൊരു വർധനവ് വരുന്നതായിട്ട്, പ്രത്യേകിച്ചും ടോപ്പ് സിറ്റികളിൽ മുംബൈ, പൂനെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇങ്ങനെയുള്ള ടോപ്പ് സിറ്റികളിൽ അവരുടെ റെസിഡൻഷ്യൽ സെയിൽസ് അതിൻ്റെ വോളിയം ഇൻക്രീസ് ആവുന്നു എന്നൊരു റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു റിയാലിറ്റി സെക്ടറിലുള്ള ഒരു റാലിക്ക് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ള അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾ അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.